ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന ആ ബോട്ടിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമം ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തുന്നുണ്ട്. പക്ഷേ അവിടേക്ക് എത്തുന്നതിന് നിലവിൽ വലിയ തടസ്സമായി നിൽക്കുന്നത് ഈ ചാമ്പലായി കിടക്കുന്ന നിരവധിയായ ബോട്ടുകളാണ്. മുമ്പോട്ട് ഒരു സ്റ്റെപ്പ് എടുത്തവർക്ക് പോകണമെങ്കിൽ ഈ അതിലെ തീ പൂർണ്ണമായും അണയ്ക്കണം. പക്ഷേ അതിലെ തീ അണയ്ക്കുമ്പോഴും അവരുടെ മുന്നിലുള്ള ആശങ്ക അത് ഏതെങ്കിലും തരത്തിൽ പൊട്ടിത്തെറിക്കാവുന്ന വസ്തുക്കൾ അതിലുണ്ടോ എന്നുള്ളതാണ്. ഈ ഗ്യാസ് സിലിണ്ടർ അടക്കമുണ്ട് എന്ന് മത്സ്യത്തൊഴിലാളികൾ ആദ്യമേ തന്നെ പറയുന്നുണ്ടായിരുന്നു. കാരണം പലയിടവും നേരത്തെ ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അവരുടെ ഏക വരുമാന മാർഗമാണ്, അവരുടെ ഏക ആശ്രയമാണ് മത്സ്യബന്ധനം. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് അവർ ഇന്ന് രാവിലെയാണ് എല്ലാവരും ജോലിക്ക് പോകാനായി തയ്യാറായി വന്നത്. കഴിഞ്ഞ ദിവസത്തെ ഒരു ഒഴിവ് ദിനം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ഒഴിവ് ദിനമായിരുന്നു. ആ ഒഴിവ് ദിനം പൂർത്തിയാക്കി ഇന്ന് പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോവുക, തുടർന്ന് ഇന്ന് ഉച്ചയോടെയും നാളെയുമായി തിരിച്ചെത്തുക. ആ തിരിച്ചെത്തുമ്പോൾ ഉണ്ടാവേണ്ട അല്ലെങ്കിൽ തിരിച്ചെത്തുമ്പോൾ വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് അവർ തിരിച്ചെത്തേണ്ടത്. പക്ഷേ ഇന്ന് രാവിലെ ഈ പലയിടങ്ങളിൽ നിന്നുമായി ഈ ബോട്ടിലേക്ക് എത്താൻ മത്സ്യത്തൊഴിലാളികൾ എത്തിയപ്പോഴാണ് ഈ തീ പടരുന്നതായി കണ്ടത്. ഉടൻ തന്നെ അത് രക്ഷാപ്രവർത്തനത്തിന് ശ്രമിച്ചു. പക്ഷേ രക്ഷാപ്രവർത്തനം പൂർണ്ണതോതിൽ വിജയിച്ചില്ല എന്നുള്ളതാണ് തുടക്കത്തിൽ അവർ പറഞ്ഞത്. പിന്നീടാണ് ഫയർഫോഴ്സിന്റെ സേവനം തേടിയത്. ഫയർഫോഴ്സിന്റെ സേവനം തേടി ഫയർഫോഴ്സ് എത്തിയപ്പോഴേക്കും പലയിടങ്ങളിൽ നിന്നായി തീ വ്യാപിച്ചു. ഒരു ബോട്ടിൽ നിന്ന് അടുത്തടുത്ത ബോട്ടിലേക്ക് തീ അതിവേഗമാണ് പടർന്നുകൊണ്ടിരുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. തീ വീണ്ടും വളരെ വലുതായി ഉയരുകയാണ്. ആ ബോട്ടിൽ തീ വീണ്ടും വലിയ തീനാളങ്ങളായി മാറുന്നു. തീനാളങ്ങൾ ഉയർന്നു പൊങ്ങുന്ന കാഴ്ചയാണ്. ആ ബോട്ട് അവിടെ നിന്ന് കത്തി നശിച്ച് മാറുന്ന അവസ്ഥയിലേക്കടക്കം പോവുകയാണ്. കാരണം അവിടേക്ക് എത്തിച്ചേർന്ന് അത് രക്ഷാപ്രവർത്തനം നടത്താൻ പൂർണ്ണതോതിൽ നിലവിൽ ഫയർഫോഴ്സിന് കഴിയില്ല. അവർക്ക് പരിമിതിയുണ്ട്, വലിയ തോതിൽ പരിമിതിയുണ്ട്. പലയിടങ്ങളിൽ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ കൂടുതൽ യൂണിറ്റുകൾ സ്ഥലത്തേക്കടക്കം എത്തിച്ചുകൊണ്ട് ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോഴും തുടരുന്നത്. പക്ഷേ മുമ്പിലേക്ക് ഒരു ഏതെങ്കിലും സ്റ്റെപ്പ് മുമ്പിലേക്ക് എടുത്ത് ആ തീ അണയ്ക്കാൻ ഇപ്പൊ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. വളരെ ദൂരത്തിൽ നിന്നുകൊണ്ട് ആ തീ അണയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് തേടുന്നത്. പക്ഷേ ആ ശ്രമം പൂർണ്ണമായും വിജയിക്കാൻ കഴിയുന്നില്ല. ആ ബോട്ടിന്റെ അടുത്തേക്ക് ഈ വെള്ളം എത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഈ തകർന്നു കിടക്കുന്ന ബോട്ടുകളിൽ കൂടി മാത്രമേ അവർക്ക് അവിടേക്ക് നടന്നു നീങ്ങാൻ കഴിയൂ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം ഈ അടുത്തടുത്ത് ഈ ബോട്ടുകൾ അടുപ്പിച്ച് കെട്ടിയിട്ടിരുന്ന ഭാഗമാണ്. അതുകൊണ്ട് നിരവധി ബോട്ടുകൾ ഈ ഭാഗത്തുണ്ടായിരുന്നു. ഈ തീപിടുത്തം ഉണ്ടായപ്പോൾ തന്നെ പല ബോട്ടുകളും ഈ സ്ഥലത്ത് നിന്ന് മാറ്റി മത്സ്യത്തൊഴിലാളികൾ മാറ്റിയത് കൊണ്ടാണ് ഈ വലിയൊരു അപകടത്തിലേക്കടക്കം കാര്യങ്ങൾ പോകാഞ്ഞത്. അതുപോലെ തന്നെ രാത്രിയായതിനാൽ പല മത്സ്യത്തൊഴിലാളികളും ഒഴിവുദിനവും രാത്രിയുമായതിനാലാണ് ഈ ബോട്ടിൽ അധികം ആരും ഉണ്ടാകാതിരുന്നത്. അല്ലെങ്കിൽ ഈ ബോട്ടുകളിൽ തന്നെ കിടന്നുറങ്ങുന്നവർ നിരവധിയാണ്. കാരണം നമ്മളിവിടേക്കൊക്കെ എത്തുന്ന പല ഘട്ടത്തിൽ പല വാർത്തകളുടെ സാധ്യത എത്തുമ്പോൾ അറിയാം. കാരണം എപ്പോഴും ബോട്ടിനുള്ളിൽ തന്നെ ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ ഇന്നലെ ഈ ഒഴിവുദിനമായിരുന്നു. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ എല്ലാം വീടുകളിലൊക്കെ പോയി ഇന്ന് പുലർച്ചെയോടെ തിരിച്ചെത്തുന്ന സമയത്താണ് ഈ തീപിടുത്തം ഉണ്ടായത്. അതുകൊണ്ടാണ് മറ്റാർക്കും ഈ പരിക്കൊന്നും ഏൽക്കാത്ത സാഹചര്യം ഉണ്ടായത്. അത് വലിയ ആശ്വാസകരമാണ്. ഒരുപക്ഷെ അല്ലെങ്കിൽ അതിന്റെ തീവ്രത ഇതിൽ കൂടുതൽ ഉണ്ടായേനെ.